ഈ ഒരു LED ഇൻഡിക്കേറ്ററിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇത് ഊരാൻ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്ക്രൂവും പിന്നെ ഇവിടെ ഒരു ഇതാണുള്ളത്. ഡ്യൂക്ക് 200 അതുപോലെ തന്നെ RS 200ൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആട്ടോ അത്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. ഒരു നെട്ടും ബോൾട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വയറ്, ഇവിടെ ഒരു കണക്റ്റിംഗ് കേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഊരാനുള്ളതൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്കിതിങ്ങനെ ഊരാൻ പറ്റുമോ? ഇതുപോലെ ഇങ്ങനെ ഊരുമ്പോൾ ഒരു റബ്ബറിൻ്റെ ഇതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഊരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഈ കത്രികയാണ് ഉപയോഗിക്കുന്നത്. കത്രിക എളുപ്പമായതുകൊണ്ട് കേട്ടോ നമ്മൾ കത്രിക ഉപയോഗിക്കുന്നത്. ബാക്കി ടൂൾസൊക്കെ ഇപ്പം നമ്മൾ പ്രൊഫഷണൽ പരിപാടിയൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ ഇൻസൈഡ് എന്തുണ്ടെന്ന് നോക്കണം എന്നൊരൊറ്റ ചിന്ത കൊണ്ട് മാത്രം നമ്മളെല്ലാം ഒന്ന് പൊട്ടിച്ച് നോക്കുക, എല്ലാം പൊളിച്ച് നോക്കാന്നുള്ളൂ. എന്താണ് ഇൻസൈഡിലുള്ളത്, ഔട്ട് സൈഡിലുള്ളത് ഞാൻ കണ്ടില്ല. ഈ കാണുന്ന 3 LED ബൾബ്, പിന്നെ ഒരു ഗ്ലാസിൻ്റെത്, പിന്നെ ഈ ബാക്ക് കാണുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി, ഇവിടെ 2 വയറ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മെറ്റലിൻ്റെ ബോൾട്ടിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും കാര്യമാണ് ഇതിലുള്ളത്. ഈ കാണുന്ന ഇവിടെ ഇടയിൽ റബ്ബറിൻ്റെ ഒരു ബുഷ് മാതിരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് പുറത്തുള്ളത്. ഇനി ഉൾവശത്ത് നമുക്കിത് എങ്ങനെ ഒന്ന് അടിച്ച് നോക്കാൻ കണ്ടോ. ജസ്റ്റ് ഇവിടെ ഈ കാണുന്ന ഇവിടെ ഒരു സ്ക്വയർ മാതിരി കഷ്ണം ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഉള്ളിലേക്ക് ഇടുക, ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന ഗ്ലാസ് സിമ്പിളായിട്ട് പോകുന്നു. കംപ്ലൈൻറ്റ് ഇൻഡിക്കേറ്ററൊക്കെ ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിക്കും. ചെറിയ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് ഇത് ഊരുമ്പോൾ നോക്കണം കേട്ടോ. അങ്ങ് ചാടി വലിച്ച് പൊട്ടിച്ച് ഇങ്ങോട്ട് എടുത്താൽ കഴിഞ്ഞാൽ പൊട്ടിപ്പോരും. ഇത് ചൂടാക്കിയിട്ട്, അതായത് കുറച്ച് ഈ സൈഡ് ഭാഗത്തൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇതിൽ പശ ഉണ്ടാവും, എന്തായാലും ഒരു പശ ഉണ്ടാവും. എന്തൊരു സാധനം പോകണം കേട്ടോ. അതൊക്കെ ഇതുപോലൊരു സാധനം കേട്ടോ. ഇപ്പോൾ ഈ ഒരു സാധനം ഇതെന്താ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കട്ടിയുള്ളൊരു മെറ്റൽ കേട്ടോ. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ്. ഈ 3 LED ബൾബാണ് നമ്മൾ അപാര ബൾബായിട്ട് കാണുന്നത്. ഈ ഇത് വെക്കുമ്പോൾ കണ്ടില്ലതാ സാധനം മാറി, വേറെ ലെവല് സാധനമായി. ഈ കാണുന്ന 3 LED ആണ് ഇപ്പോൾ കത്തുന്നത്. ഈ 3 LEDൻ്റെ ബോർഡ് നമുക്ക് ഊരാൻ പറ്റും നോക്കാം. ഇവിടെ ഒരു സ്ക്രൂ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ഒരു സ്ക്രൂ പോലെ ഇവൻ ധാരാളമാണ്. നോക്കിയോട്ടെ ഉണ്ടോ. ഇനിയിപ്പോൾ ഇതിനായിട്ട് ഞാൻ സ്ക്രൂ ഡ്രൈവറൊക്കെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ കത്രിക വെച്ചാൽ ഒരു വിധത്തിലുള്ള എല്ലാ ദൂരാട്ടോ. നല്ല കത്രിക അയക്കണം. മുനമ്പൊക്കെ ഉള്ള കത്രിക ആണെങ്കിലും നമുക്ക് ഊരാനൊന്നും വലിയ പാടൊന്നുമില്ല. ഞാൻ ഊരി കാണിച്ചു തരാം. കണ്ടോ, സിമ്പിളായിട്ട് ഈ ഒരൊറ്റ സ്ക്രൂവിൻ്റെ മുകളിലാണ് ഈ ആശാൻ കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങോട്ട് ഊരാ. ഇനി ഈ LED ഇൻഡിക്കേറ്ററൊക്കെ കേട് വന്നിട്ടുണ്ട്, കത്താത്ത ഇൻഡിക്കേറ്ററൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഈ ബോർഡ് വാങ്ങാൻ കിട്ടും കേട്ടോ. ഈ ബോർഡിനാകെ എന്തോ 30 രൂപ 20 രൂപ ഈ ബോർഡിനുള്ളൂ. നിങ്ങൾ ഇതൊന്നായിട്ട് മാറ്റണമെങ്കിൽ ഒരു 800 900 രൂപയൊക്കെ ആവും. അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത് മാറ്റണം വളരെ സിമ്പിൾ കാര്യമാണ്. ജസ്റ്റ് ഇതിങ്ങോട്ട് ഊരുക. ഇതിൻ്റെ ബോർഡ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ അടിച്ചൊക്കെ കിട്ടും. LED ബോർഡ്, മറ്റേ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ബോർഡിന് അടിച്ചാൽ കിട്ടും. അപ്പോൾ അതിൽ സെർച്ച് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നോക്കിയാൽ മതി. കുറേ വെബ്സൈറ്റ് ഉണ്ട് ഇങ്ങനെ കിട്ടുന്നത്. ഈ ചെറിയൊരു ബോർഡ് കേട്ടോ 30 40 50 ഉറുപ്പ്യൊക്കെ മാക്സിമം, ചിലപ്പോൾ 100 രൂപ വരെ ആയിരിക്കും, അതിൽ കൂടുതല. ഇത് നിങ്ങൾ ഒന്നായിട്ട് വാങ്ങൽ ഒരു 800 900 രൂപയൊക്കെ അല്ലെങ്കിൽ 600 ഉറുപ്പ്യൊക്കെ റേറ്റ് വരും. ജസ്റ്റ് ഇവിടെ ഈ കാണുന്ന ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ കത്രിക കൊണ്ടൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഈ ഗ്ലാസ് നിന്നൊക്കെ പൊളിഞ്ഞു പോരും. പിന്നെ ഈ കാണുന്ന സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇവിടെ പ്ലസ്, ഈ കാണുന്ന ഇവിടെ ഒരു പ്ലസ് ചിഹ്നം ഉണ്ടാവും, ഇവിടെ ഒരു നെഗറ്റീവ് ചിഹ്നം ഇവിടെ ഉണ്ടാവും. ആ 2 ഇങ്ങോട്ട് പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈറ്റ ബോർഡ് വേറെ അവിടെ ഫിറ്റ് ചെയ്യുക, സോൾഡർ അയൺ വെച്ചിട്ട് സോൾഡ് ചെയ്യുക കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നതാണ്. ഈ 2 വയർ നമ്മളിവിടെ കാണുന്ന 2 വയറാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന 2 വയറാണ് ഇവിടെ കാണിച്ചു തരാനില്ല. ഈ 2 വയറാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിലില്ല കേട്ടോ. ഈ കാണുന്ന ഇതൊരു റബ്ബർ ബുഷാണ്. ഈ ബുഷിൻ്റെ ഉള്ളിൽ ആയിരുന്നുള്ളൂ. ഈ ബുഷ് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ആകെ കാണുന്ന ഈ സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഇനി ഊരണമെന്നുണ്ടെങ്കിൽ ഇത് വലിച്ചിങ്ങോട്ട് ഊരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രേ സംഭവം ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല, ഇത് കാലിയാണ്. ഇവിടെ ഈ കാണുന്ന ഈ റബ്ബറിൻ്റെ ബുഷിൻ്റെ ഉള്ളിൽ കൂടെ ഈ വയറിങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിയെന്നുള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉൾവശത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒരു സിമ്പിൾ ബോർഡാട്ടോ. ഈ ബോർഡിലാണ് നമ്മൾ ബൾക്ക് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10 രൂപ 15 രൂപ ഈ ബോർഡ് കിട്ടും കേട്ടോ.
ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ സാധനമൊക്കെ നമുക്ക് ഒരു 100 രൂപക്കൊക്കെ കിട്ടും ബൾക്ക് എടുക്കുകയാണെങ്കിൽ. നമുക്ക് തന്നെ ഇതൊക്കെ അസംബിൾ ചെയ്യാൻ പറ്റുന്നതാണ്, സിമ്പിൾ പരിപാടിയാണ്. പക്ഷെ ഇത് ഫുൾ പണി കഴിഞ്ഞിട്ട് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ 900, 1500, 2000 ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഭയങ്കര വില വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഇൻഡിക്കേറ്ററിനുള്ളിലുള്ള സാധനം പറഞ്ഞാൽ ഒരു പച്ച ബോർഡ്, ഈ 2 വയറ്, അതുപോലെ തന്നെ ഇതാ ഈ കാണുന്ന ഒരു കവറ്, അതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ഒരു സ്ക്രൂ, ഒറ്റ സ്ക്രൂ കേട്ടോ. പിന്നെ ഈ കാണുന്ന ഇത് ഞാൻ തിരിച്ച് കുടുക്കി കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഇതിങ്ങനെ അവിടെ വെക്കുക. ഇതിന് ഒറ്റ ബോൾട്ടിൻ്റെ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബോൾട്ട് വെട്ടാൽ കറക്റ്റ് കൊടുക്കും കേട്ടോ. എന്നാ ബോൾട്ട് അവിടെ കറക്റ്റ് ഇങ്ങനെ കുടുങ്ങി കിടക്കും. സിമ്പിൾ പരിപാടിയാണ്. ഒറ്റ ബോൾട്ടിൻ്റെ മുകളാണ് ഈ 900 അല്ലെങ്കിൽ 800 രൂപയുടെ ഈ ഒരു ബൾബ് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ വിശ്വസിച്ചേ മതിയാവൂ. തൽക്കാലം ഞാൻ തേടുന്നില്ല, ഞാൻ വേറെ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഇതങ്ങ് വെച്ചിട്ട് സെറ്റാക്കി തരാം. ഉണ്ടോ, ഇതിങ്ങനെ നിൽക്കട്ടെ ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ഈ കവറോട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടോ LED ലൈറ്റ് ക്ലിയറായി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിറ്റായിട്ട് അത് കാണിച്ചു തരാം. ഉണ്ടാവും ഇവിടെ ഒരു ലോക്ക്, ഇതാണ് ലോക്ക്. ഈ ലോക്കിലൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവും. ഒത്തിരി പശ വേണമെങ്കിൽ ഇട്ട് ഒട്ടിക്കേണ്ട ഈ സൈഡിലിട്ടോ. അങ്ങനെയാണ്, അങ്ങനെ എന്തൊരു ലോക്കാണ് ഇവിടെ. അപ്പോൾ അത്രയേ ഉള്ളൂ സംവിധാനം. അപ്പം പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ മക്കളെ.